ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും വന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേറെ ഒന്നുമല്ല, ഷോർട്സിനകത്ത് ജാസ്മിൻ ജാഫർ, ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാമി ഗംഗ, ഇത് തന്നെയാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കമൻസ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര എന്താ പറയുക, ഞാൻ ഇതുപോലെ വക്കൂട്ടിയ സംസാരമാണ് എൻ്റെ റിയൽ ലൈഫിൽ. എനിക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമൻ്റ് ആണ്, വേറെ ഒന്നുമല്ല, ഗ്ലാമി ഗംഗ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഞാൻ പറയുന്ന ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗായ്സ് എന്നുള്ള പറയുന്നില്ല, അത് ഗ്ലാമി ഗംഗ ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല. ഗ്ലാമി ഗംഗ പറയുന്നത് ഹലോ ഗായ്സ് എന്നാ പറയുന്നത്, ഞാൻ ഹല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഫോൺ വിളിക്കുമ്പോൾ ഹല്ല ഹബീബി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ തുടങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എന്തായാലും ആൾക്കാരിന്ന് സ്ട്രൈക്ക് ചെയ്ത് നിർത്താൻ എന്തെങ്കിലും ഒരു ഇൻട്രോ വേണമല്ലോ, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഹല്ല ഗൈസ് എന്ന് പറഞ്ഞുള്ളത് പിടിച്ചത്. പിന്നെ കുറച്ച് പഞ്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അതെനിക്ക് നോർമലി എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾ നെഗറ്റീവ് കമൻസ് പറയുന്നവർ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ്, നെഗറ്റീവ് കമൻസ് വരെ എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും ഞാൻ പറയണം, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് കമ്പയർ ചെയ്ത് നമ്മളെ കുറേയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മീൻസ് നമ്മളെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഞാൻ പിന്നെ ആലോചിക്കുന്നത്, ഈ ഗ്ലാമി ഗംഗ ജാസ്മിൻ ജാഫർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കയറ്റി വിടുന്നുണ്ട്, എല്ലാവരും വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള റീച്ചൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോടേ. അതാണ് എനിക്ക് ഇത്. ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇങ്ങനത്തുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കും, വലിയ കോപ്രായങ്ങളാണ്, ഇല്ലെങ്കിൽ ഇന്ന ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ല റീച്ചെങ്കിലും വേണം. എനിക്ക് റീച്ചും ഇല്ല, ഞാൻ എന്തൊരു ചെയ്യാനാ? യൂട്യൂബ് മാമൻ സഹായിക്കുന്നില്ല, നിങ്ങൾ കാണുന്നവർ സഹായിക്കുന്നില്ല, നെഗറ്റീവ് കമൻസ് ഇടുന്നവർ സഹായിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യരുത് എനിക്ക് അറിഞ്ഞൂടെ. സോഷ്യൽ മീഡിയ നോക്കി ഒരു സാധനവും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കുണ്ടായ സാഹചര്യമാണെങ്കിലും ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും വർക്കായിട്ടില്ല. ഇപ്പം ഒരു പ്രോഡക്റ്റോ രണ്ട് പ്രോഡക്റ്റോ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ പറയാം നമ്മുടെ സ്കിൻ ടൈപ്പിന് ശരിയാവാതെ. പക്ഷെ ഒരു പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിച്ചത് ഒരുമാതിരി ആവുന്നത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നോക്കി ഒന്നും വാങ്ങിക്കാൻ പറ്റാതെ. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൻ കെയർ ഇല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഇടുവാണെന്നുണ്ടെങ്കിലും എൻ്റെ ജെനുവിനിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളെ ഞാൻ ചെയ്യത്തോളം എനിക്ക് ഭയങ്കര മസ്റ്റായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയെങ്കിലും ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരാളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അയാൾക്ക് ഒരിക്കലും അവരൊരിക്കലും 3G അവരുതെന്നൊരു മീൻസ് ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു ഗൈസ്. ആദ്യമേ ഗൈസ് എന്ന് പറയുന്നതാണ് വിഷയം. ഞാൻ ആദ്യമേ 1-2 വീഡിയോ മാറ്റി നോക്കി, ഈ എൻ്റെ ഇൻട്രോ പറഞ്ഞു നോക്കി. പിന്നെയും ഞാൻ വിചാരിച്ച ഞാൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്യുകയോ ആരെയും കോപ്പി അടിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരു തോട്ടിൽ നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല, ഞാൻ ഇനി മാറ്റത്തില്ലെന്ന് വിചാരിച്ചു. ഇനി ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഹലോ ഗൈസിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ആരുടെ ഐഡൻറ്റിറ്റി കോപ്പി ചെയ്തില്ല. ഞാൻ എൻ്റെ ഇതിൽ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേ കണക്ക് ഞാനൊരു ഷോർട്സ് എപ്പം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ വീഡിയോ ചെയ്താലും എല്ലാവരും പറയുന്നതാണ് ജാസ്മിൻ ജാഫർ എന്ന്. ഒരാളെ കുറിച്ച് പറയാന്നെങ്കിൽ വേണ്ടിയില്ല. ഇത് ഷോർട്സിലാണേ ജാസ്മിൻ ജാഫറും ലോങ് വീഡിയോയിലാണെങ്കിൽ ഗ്ലാമി ഗംഗ, ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ എന്തൊരു ചെയ്യാൻ ദാസപ്പ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് പറയുന്നത്, നിങ്ങളുടെ തൊണ്ടയാണ്, നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ നെറ്റാണ്, നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരാളിങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഞാൻ ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. എന്നെ അടുത്തറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇതുപോലെ വക്കുകൂട്ടിയ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്, അലാബില എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരമാണ്. അപ്പോൾ ആ ഒരു ബാസ് ഇട്ട് തന്നെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും സംസാരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ വേറെ പ്രധാന കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റി വീഡിയോ മാത്രമേ യൂട്യൂബ് മാമൻ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മുടെ കയ്യിലെ ഫോണിനകത്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് എടുക്കുന്നത് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല എന്ന്. അതുകൊണ്ടിട്ട് തന്നെ യൂട്യൂബ് മാമൻ നല്ലതുപോലെ നമ്മളെ ചൊടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കിപ്പോൾ ഫോണും കാര്യങ്ങളൊന്നും മേടിക്കാനുള്ള ഇതില്ല. അപ്പം യൂട്യൂബ് മാമനോ നമ്മളെ തളർത്താൻ നോക്കുന്നു. അപ്പം നിങ്ങളെങ്കിലും തളർത്താതെ നമ്മളിടുന്ന വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഹെൽപ്പ് ചെയ്യുക. എൻ്റെ ഈ സ്വഭാവം വിട്ടൊരു കളി എനിക്ക് പറ്റത്തില്ലല്ലോ. എന്ന് വെച്ചാൽ ചൊട്ടയിലെ ശീലം ചുടല വരെ. എന്തായാലും ഒരു ചൊല്ലുണ്ടല്ലോ, പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും ഇത് വളഞ്ഞിരിക്കത്തുള്ളൂ. അപ്പം എൻ്റെ സ്വഭാവം ഞാൻ എങ്ങനെയാണോ വളർന്നു വന്നതില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് കണക്കല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇനി എത്ര ഒളിച്ചു വെച്ച് എത്ര ഡീസൻ്റ് ആയിട്ട് ഇല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന പോലെ വാർത്ത വായിക്കുന്നത് ഇന്നെടുത്തുനിന്ന് ഇന്നയാളെന്ന് പറയുന്ന രീതിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്തൊരാളാണ് ഞാൻ. എന്നെക്കൂടെ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടിട്ടാണ്. അപ്പം എന്തെങ്കിലും വെളുപ്പത്തരോ എന്തെങ്കിലും ഇതായിട്ട് തോന്നുമെന്ന് എനിക്ക് എന്നോടൊന്നും തോന്നരുത്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ.